വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുവൈത്തിക്കാണ് പോണത്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് പാസ്പോർട്ട്. ഇത് പാസ്പോർട്ടല്ല, ഇത് ചായക്കടയാണ്. പാസ്പോർട്ടും വിസയാണ് വേണ്ടത്. ഓക്കെ, അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാം. ഓക്കെ, ബോർഡിംഗ് പാസിന് ഇവിടെ പോയി. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞ് വിസ ചേഞ്ചിന് വേറെ തന്നെ ഏരിയ ഉണ്ട്. അപ്പോൾ മെഷീൻ കണ്ടില്ലേ, മെഷീനിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് നമ്മുടെ ഫ്ലൈറ്റ് മറ്റേ വിസൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാട്സപ്പിലേക്ക് എന്ത് കിട്ടും, അവർ ടിക്കറ്റ് അയച്ചുതരും. ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടുത്ത് ആളുകൾ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതിൽ റെഫറൻസ് നമ്പർ, ടിക്കറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഇതേപോലെ 2 ബോർഡിംഗ് പാസ് നമ്മുടെ വാട്സപ്പിലേക്ക് വരും. ഓക്കെ, 2 ബോർഡിംഗ് പാസ്. അതിൽ നമ്മൾ ഫസ്റ്റത്തെ ബോർഡിംഗ് പാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം വരും. ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കേട്ടോ, അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സപ്പോസ് നെറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതും കൊണ്ട് നമ്മൾ നേരെ ഡിപ്പാർച്ചർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാവിടെയും നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ കയ്യിൽ എന്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി അപ്പോൾ ജസ്റ്റ് കണ്ണ് മാത്രം ഒന്ന്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ണ് മാത്രം ഒന്ന് സ്കാൻ ചെയ്യും, പാസ്പോർട്ടും സ്കാൻ ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മൾ എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് F6 ആണ്. അവിടെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. ഇനി ഫ്ലൈറ്റ് വരുന്ന സമയത്ത്, ബോർഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് കയറും. ഓക്കെ, ബുദ്ധിപൂർവ്വം കടി കൊണ്ടുവന്നതുകൊണ്ട് പൈസ അധികം ചിലവില്ല. ഓക്കെ, ഫ്ലൈറ്റിൻ്റെ സമയമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കും. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ബസ്സിലോട്ട് കയറും. ആ ബസ് നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുക. നിങ്ങൾ വെയിറ്റിംഗ് സമയത്ത് തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് ചോദിക്കുക, ഇതേപോലെ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക. ഭൂരിഭാഗം ആളുകളും ഇതിലുള്ളവർ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേജാറില്ലാണ്ടിരിക്കാം. ഇനി നമ്മുടെ ബോർഡിംഗ് പാസിൽ തന്നെ സീറ്റ് നമ്പർ ഉണ്ടാവും. ആ സീറ്റ് നമ്പർ നോക്കിയതിന് ശേഷം നമ്മൾ പോയിട്ട് സീറ്റിലിരിക്കുക. ഭാഗ്യത്തിന് എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. എപ്പോഴും ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് എന്താണ് ചെറിയൊരു പേടി തന്നെയാണ്. പക്ഷേ ദുബായിൻ്റെ ആകാശ കാഴ്ചകൾ കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ്. ഞാനൊരു കുഞ്ഞു കുട്ടി നോക്കണ പോലെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ഓരോ കാഴ്ചകളും. അപ്പോൾ അതിലിടയ്ക്ക് ചായ കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ എന്താ പറയുക, 7up ഇങ്ങനത്തെ പരിപാടികളൊക്കെ തരും. പൈസ കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറ്റും, കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് പറയും വൈഫൈ കണക്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യാം. വൈഫൈ യൂസ് ചെയ്ത് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. വൈഫൈ യൂസ് ചെയ്തിട്ട് ഇവരുടെ ഫിലിംസ് ഉണ്ടാവും, പർട്ടിക്കുലർ ഫിലിംസ്, അതിരുന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ പിന്നെ കുവൈത്തിലോട്ട് എത്താറായപ്പോൾ വീണ്ടും ഞാൻ കുഞ്ഞിക്കുട്ടിനെ പോലെ അടിയിലുള്ള കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുവൈത്ത് നമ്മൾ ഫ്ലൈറ്റ് ഉറങ്ങിയാൽ ഉടനെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടെ ആളുകളുണ്ടാവും. റിന്യൂവൽ ഈ ഭാഗത്തിലോട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകൾ ഒരു ലൈനിലോട്ട് തിരിച്ചു വിടും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ കണിക്ക എയർപോർട്ട്, ഈ ലൈനിൽ നിൽക്കുക, അവരവിടെ വിസ സ്റ്റാമ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ വന്ന ആ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലത്തെ ബോർഡിംഗ് പാസ് നമുക്ക് കയറിയിട്ട് തരും. അതുകൊണ്ട് വീണ്ടും സെയിം ഫ്ലൈറ്റിലോട്ട് നമ്മൾ ഉള്ളിൽ കയറുക. ആ ഫ്ലൈറ്റ് നേരെ നമ്മളെ തിരിച്ച് ദുബായിൽ കൊണ്ടിറക്കും. ദുബായിൽ നിന്ന് നമ്മൾ നേരെ ഈ ബസ്സിൽ കയറും. ബസ്സിൽ നിന്ന് നേരെ നമ്മുടെ എയർപോർട്ടിൽ കൊണ്ടിറക്കും. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആകെ നമ്മുടെ കണ്ണും പാസ്പോർട്ടും മാത്രമേ സ്കാൻ ചെയ്തുള്ളൂ. വേറെ നൂലാമാലകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലി പിന്നെ ബാഗും സ്കാൻ ചെയ്തു, ഇറങ്ങി എക്സിറ്റ് അടിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിസ റിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ചെയ്യണവർ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. സംഭവം വളരെ എളുപ്പമാണ്, കൂളാണ്, ചില്ലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വിസ റിന്യൂ ചെയ്തു. ഓക്കെ, വിസ റിന്യൂ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് മുസ്ബാഹുൽ ഹുദ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കേട്ടോ കോൺടാക്ട് ചെയ്യാം.